പാരമ്പര്യത്തിൻ്റെ പരിശുദ്ധിയോടെ കരവിരുതിൽ നെയ്തെടുക്കുന്ന ഖാദി വസ്ത്രങ്ങളും തുണിത്തരങ്ങളും പതിനായിരക്കണക്കിന് ഖാദി തൊഴിലാളികൾക്ക് ജീവിതമാർഗം മാത്രമല്ല രാജ്യസേവനത്തിൻ്റെ പങ്കാളികളും ആവുകയാണ് എന്ന് അനൂപ് ജേക്കബ് MLA പറയുകയുണ്ടായി. കൂത്താട്ടുകുളത്ത് ഖാദി വസ്ത്രങ്ങളുടെ വിഷു ഈസ്റ്റർ റിബേറ്റ് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വർഷം പൂർത്തിയാക്കുന്ന കൂത്താട്ടുകുളത്തെ ഗ്രാമസൗഭാഗ്യ ഷോറൂം കൂത്താട്ടുകുളം മേഖലയിലെ ജനങ്ങൾക്ക് ഒരു സൗഭാഗ്യമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഖാദി പഴയ ഖാദിയല്ല എന്നും ഖാദിയുടെ മുഴുവൻ പരിശുദ്ധിയും നിലനിർത്തിക്കൊണ്ട് പുത്തൻ തലമുറയെ ഖാദിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി പുതിയ വസ്ത്ര സംസ്കാരം ഖാദി ബോർഡ് ആവിഷ്കരിച്ചിരിക്കുകയാണ് എന്നും ഖാദി ബോർഡ് മെമ്പർ K. ചന്ദ്രശേഖരൻ പറഞ്ഞു. കൂത്താട്ടുകുളം മാർക്കറ്റ് റോഡിൽ ഖാദി ഗ്രാമസൗഭാഗ്യ ഷോറൂമിൽ ചേർന്ന ചടങ്ങിൽ ഖാദി ബോർഡ് അംഗം K. ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. പ്രസ് ക്ലബ് പ്രസിഡന്റ് NC വിജയകുമാർ ആദ്യ വിതരണം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബസന്ത് മാത്യു ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി. PC ഭാസ്കരൻ, റോബിൻ ജോൺ, റെജി ജോൺ, ജേക്കബ് രാജൻ, MM അശോകൻ, ഷാജി കണ്ണൻകോട്ടിൽ, മർക്കോസ് ജോയി, KR സോമൻ, മർക്കോസ് ഉലഹന്നാൻ, മേരി ജോൺ, KJ സ്കറിയ, ലിജി തോമസ് എന്നിവർ സംസാരിച്ചു. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് 30% റിബേറ്റ് 19-ാം തീയതി വരെ ഉണ്ടാകുമെന്ന് മാനേജർ ലിജി തോമസ് അറിയിച്ചു. മാട്രസ് വാങ്ങിച്ചു, കോയപ്പള്ളിയിൽ നിന്നാണ് വാങ്ങിച്ചത്. പൊതുമേഖലാ സ്ഥാപനമാണല്ലോ, കോയപ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ച മാട്രസുകൾ അംഗനവാടികൾക്ക് കൊടുത്തു. അതൊരു കൈത്താങ്ങും കൂടി ആവട്ടെ, ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന ആശയമാണ് എൻ്റെ മനസ്സിൽ ആ ഒരു പ്രപ്പോസൽ വന്നപ്പം കൊടുത്തത്. അതുപോലെ ഇതിൻ്റെ വിപണിക്ക് അങ്ങനെ MP ഫണ്ട്, MLA ഫണ്ടൊക്കെ എല്ലാ MLA-മാരും ചെറിയൊരു തുക അങ്ങ് മാറ്റി വെച്ചാൽ തന്നെ എത്ര രൂപയായി? 140 നിയോജകമണ്ഡലത്തിൽ നിന്ന്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ സാധ്യതകളുണ്ടെങ്കിൽ അത് വിനിയോഗിക്കുക. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പം അങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. അതൊക്കെ പരമാവധി വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു വർഷം കൊണ്ട് ആരംഭിച്ചു. എന്താണെങ്കിലും അത് വളരെ സക്സസ്ഫുൾ ആണ് ആ ഒരു പരിപാടി. പ്രിയപ്പെട്ട എൻ്റെ വലിയ ഇടപെടൽ അക്കാര്യത്തിലുണ്ട് എന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് ഈ വിപണിയെ കൂടുതൽ വിപുലമാക്കാൻ കഴിയുന്നതാവട്ടെ ഇതുപോലെയുള്ള മേളകൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. നമസ്കാരം. ഖാദി പഴയ ഖാദി എന്തെങ്കിലും പുതിയ ഭാവത്തിലും രൂപത്തിലും ഖാദിയുടെ ഒരു പരിശുദ്ധിയും പരിഭാവനയും നശിപ്പിക്കാതെ ഒരു വലിയ യുവജനങ്ങളെ കൂടെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഒരു പുത്തൻ വസ്ത്ര സംസ്കാരം ഖാദി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറ വന്നാൽ മാത്രമേ ഖാദി വസ്ത്രങ്ങൾക്ക് വിപണി ലഭിക്കത്തുള്ളൂ. ഖാദി ആരോടാണ് മത്സരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ വസ്ത്ര വ്യാപാര രംഗത്ത് പ്രമുഖരായ വസ്ത്ര വ്യാപാരികളുള്ള മത്സരം. ഒരു കതർ ഷർട്ട് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കതർ ഷർട്ട് വാങ്ങുമ്പോൾ ഒരു ഖാദി തൊഴിലാളിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല പ്രൊഡക്ഷൻ സെൻ്ററുകൾ സന്ദർശിച്ചിട്ടുണ്ട്. ചേർക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചന്ദ്രചേട്ടൻ കൈതൊട്ടുന്ന മേഖലകളിലെല്ലാം കൂത്താട്ടുകുളത്തിന്റെ മുദ്രണം ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരാറുമുണ്ട്. തീർച്ചയായും ഖാദി ബോർഡിന്റെ ഒരു കേന്ദ്രം വന്നതോടുകൂടി കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഈ രംഗത്ത് നേട്ടം കൈവരിച്ചു. അതുപോലെ തന്നെ ജില്ലയിൽ തന്നെ രണ്ടാമതെത്തിയ ഒരു കേന്ദ്രം എന്ന് പറയുമ്പോൾ അഭിമാനപൂർവ്വം കൂത്താട്ടുകുളംകാർക്ക്